വെറുതെ അല്ല ഇങ്ങനെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത്. അപ്പൊ കാര്യം ഇതാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും അപ്പൊ ഇതായിരുന്നു കാര്യം എന്നുള്ളത്. കണ്ടു നോക്ക്. ശബരിമല ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശബരിമല ഇപ്പോൾ ഇരിക്കുന്ന വാതിലിലെ കട്ടളപ്പടി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 2.5 കിലോഗ്രാം ഉള്ളത് മാറ്റി 360 ഗ്രാം സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത്. 1.5 കിലോഗ്രാം മാറ്റി 390 അല്ലെങ്കിൽ 400 ഗ്രാം പൂശിയാണ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഒറിജിനൽ സാധനം നഷ്ടപ്പെട്ടു. വിജയമല്യ തന്ന തനി തങ്കം പൊതിഞ്ഞ 24 ക്യാരറ്റ് സ്വർണമുള്ള സ്വർണപ്പാളി പതിച്ച ചെമ്പ് മാറ്റി വ്യാജ ചെമ്പുണ്ടാക്കി അതിൽ സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് പറയാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ വിഷമമുണ്ട്. അതുകൊണ്ട് റെപ്ലിക്കയാണെന്ന് പറയാം. ഇനി വിശ്വാസികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കേട്ടാൽ വേദന ഉണ്ടാകും. അതുകൊണ്ട് റെപ്ലിക്കയാണ്. സാധനം തട്ടിപ്പാണ്. അവരെ അറസ്റ്റ് ചെയ്യണം, ജയിലിലേക്ക് അയക്കണം. ഈ അന്വേഷണം ഏതിലേക്കൊക്കെ നീളുമെന്നാണ് വിചാരിക്കുന്നത്? ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ഉത്തരവാദിത്വവും നേതൃത്വവും. ഓർക്കുക, ദേവസ്വം ബോർഡിന് വീഴ്ചയല്ല. താങ്കളുടെ എൻ്റെ വീട്ടിൽ കള്ളം കയറിയ കള്ളന്റെ വീഴ്ചയാണോ? നമ്മുടെ വീട്ടിൽ കള്ളം കയറി 100 പവൻ അടിച്ചുകൊണ്ട് പോയി. കള്ളൻ്റെ ഒരു ജാഗ്രത കുറവുണ്ടായി നമ്മൾ പറയാറുണ്ടോ? ഇല്ല, കള്ളന്റെ മിടുക്കാണ്. ദേവസ്വം ബോർഡുകാരുടെ ഇൻ കോഴ്സ് ആണ്. ദേവസ്വം ബോർഡുകാരുടെ മിടുക്കാണിത്. അതായത് കൺമുമ്പിലിരുന്ന സ്വർണം അടിച്ചു മാറ്റാൻ അവർ കാണിച്ച ബ്രില്യൻസ് ആണ്. പക്ഷേ അതിനപ്പുറം ബ്രില്യൻ്റ് ആണ് ഹൈക്കോടതി. അതുകൊണ്ടാണ് അവർ പലരും ജയിലിൽ പോയത്. ഒരു കാര്യം മാത്രം ആലോചിക്കുക, താങ്കളുടെ എൻ്റെയോ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം പണിക്കാരൻ എടുത്തുകൊണ്ട് പോയിട്ട് 39 ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ? നമ്മൾ വിളിച്ചു ചോദിക്കുക മാത്രമല്ല, മറ്റു പലതും ചെയ്തതായിരിക്കും. ശരിയല്ലേ? പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലല്ല യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വീഡിയോ മതി. ആർക്കൊക്കെയോ നല്ല രൂപത്തിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അയാള് ശബരിമല ഇഷ്യൂ തന്നെയാണ്, മറ്റൊന്നും പറയാനില്ല. അതാണ് കഥ.